ഇന്നത്തെ ഈ വീഡിയോയിൽ ബികോം 4ാം സെമസ്റ്ററിൻ്റെ കോസ്റ്റ് അക്കൗണ്ടിങ്ങിലെ ഫസ്റ്റ് ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ ടു കോസ്റ്റ് അക്കൗണ്ടിങ് എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മാനുഫാക്ചറർ ഓർ പ്രൊഡ്യൂസർ ഫിക്സ് ദ സെല്ലിംഗ് പ്രൈസ് ഓഫ് ഈച്ച് പ്രൊഡക്റ്റ്. To fix the selling price, he know about the cost of each product. Cost of each product. The cost per unit can be ascertained by dividing total cost by total quantity. Cost per unit can be ascertained by dividing total cost by total quantity or total number of products. The total cost we get from financial account. Financial account shows the total cost, but there is a problem arise. What is that? When more than one product is produced, more than one item of product is produced, the cost of each product cannot be find out. It is very difficult to find out the cost of each product. So, there is the need for cost accounting. Here arise the need for cost accounting. Manufacturer അല്ലെങ്കിൽ നിർമ്മാതാവ് പ്രൊഡ്യൂസർ ആണ് ഓരോ പ്രൊഡക്റ്റിൻ്റെയും ഓരോ ഉൽപ്പന്നത്തിൻ്റെയും വില നിർണ്ണയിക്കുന്ന അദ്ദേഹമാണ്. അവരാണ് മാനുഫാക്ചററാണ് വില നിർണ്ണയിക്കുക. അങ്ങനെ ഒരു പ്രൊഡക്റ്റിൻ്റെ വില ഇത്ര രൂപയാണ് എന്ന് നിർണ്ണയിക്കണമെങ്കിൽ, എന്ന് ഫിക്സ് ചെയ്യണമെങ്കിൽ അവർക്ക് എന്തറിയണം? ഓരോ ഉൽപ്പന്നത്തിൻ്റെയും കോസ്റ്റ്, ചെലവ് എത്ര വരുന്നുണ്ട് എന്നറിഞ്ഞാൽ മാത്രമേ വില നിർണ്ണയിക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ഈ ഓരോ യൂണിറ്റിൻ്റെയും വില നിർണ്ണയിക്കാൻ എന്താ ചെയ്യുക? ടോട്ടൽ ചെലവിന് ക്വാണ്ടിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര എണ്ണം? ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ടോട്ടൽ ചെലവ് 2 ലക്ഷം രൂപ വരുന്നു. അവർ 1 ലക്ഷം യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. 1 ലക്ഷം യൂണിറ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യാൻ 2 ലക്ഷം രൂപ ചെലവ് വരുന്നു. എങ്കിൽ ഒരു യൂണിറ്റിന് 2 രൂപ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ടോട്ടൽ കോസ്റ്റിലും ടോട്ടൽ ചെലവ് നമുക്ക് എവിടെ നിന്ന് ലഭിക്കും? ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ. നമുക്കറിയാം ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, ഇതാണല്ലോ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. ഇതിൽ ടോട്ടൽ ചെലവുകൾ, ഇത്ര സെയിൽസ്, ഇത്ര പർച്ചേസ്, ഇത്ര ഓപ്പണിംഗ് സ്റ്റോക്ക്, ഇത്ര ക്ലോസിംഗ് സ്റ്റോക്ക് എന്നെല്ലാം വളരെ വ്യക്തമായിട്ട് എവിടെ ഉണ്ടാവും? ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലുണ്ട്. പക്ഷേ ഒരു കമ്പനി, ഒരു സ്ഥാപനം ഒന്നിലധികം ഉൽപ്പന്നങ്ങളാണ് ഉൽപ്പാദിപ്പിക്കുന്നത് എങ്കിൽ, മോർ ദാൻ വൺ പ്രൊഡക്റ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ്, he cannot ascertain the cost of each product. അങ്ങനെയാണെങ്കിൽ എന്താ, ഓരോ പ്രൊഡക്റ്റിൻ്റെയും ചെലവ് എത്ര വരും എന്ന് നിർണ്ണയിക്കാൻ ഈ ഫിനാൻഷ്യൽ അക്കൗണ്ട് മതിയാകാതെ വരുന്നു. ഇറ്റ് ഈസ് നോട്ട് സഫിഷ്യൻറ്റ്. സോ അവിടെയാണ് ഈ കോസ്റ്റ് അക്കൗണ്ടിൻ്റെ പ്രസക്തി ഉത്ഭവിക്കുന്നത്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന് പോരായ്മകളുണ്ടായി. അവിടെയാണ് ഈ കോസ്റ്റ് അക്കൗണ്ടിങ് വരുന്നത്. നമുക്കറിയാം ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് അറിയപ്പെടുന്നത് എങ്ങനെയാണ്? ഫാദർ ഓഫ് അക്കൗണ്ടിങ് എന്ന പേരിലാണ്. ഫാദർ ഓഫ് അക്കൗണ്ട്സ്, എല്ലാ അക്കൗണ്ടിൻ്റെയും ഫാദറാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്നറിയപ്പെടുന്നത്. ഈവൻ ദോ ദർ ആർ സം ലിമിറ്റേഷൻസ് ആർ ആൾസോ. എന്നിരുന്നാലുണ്ട് ഒരുപാട് പോരായ്മകൾ ഉണ്ട് എന്ന് പറയാം. ഫസ്റ്റ്, ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് ആർ ഇറ്റ് ഗിവ് പാസ്റ്റ് ഡാറ്റ. കഴിഞ്ഞു പോയ വിവരങ്ങളാണ് എവിടെ ഉള്ളത്? ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ. നമുക്കറിയാം ട്രേഡിംഗ് അക്കൗണ്ട് അല്ലെങ്കിൽ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ഉണ്ടാക്കുമ്പോൾ ഒരു വർഷം കഴിഞ്ഞിട്ട്
നടന്ന സംഭവങ്ങൾ വെച്ചുകൊണ്ട് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടും ഉണ്ടാക്കുന്നത്. ഓപ്പണിംഗ് സ്റ്റോക്കോ അല്ലെങ്കിൽ പർച്ചേസോ ആണെങ്കിൽ കഴിഞ്ഞ ഒരു വർഷത്തേതാണ്. അപ്പോൾ ഹിസ്റ്റോറിക്കൽ ഡാറ്റ അല്ലെങ്കിൽ പാസ്റ്റ് ഡാറ്റയാണ് ഈ ട്രേഡിംഗ് അക്കൗണ്ട് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിൽ നൽകപ്പെടുന്നത്. രണ്ടാമത്തെ ഇതിൻ്റെ ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഡസ് നോട്ട് ഷോ പ്രോഫിറ്റ് ഓർ ലോസ് ഓഫ് ഈച്ച് പ്രൊഡക്റ്റ്. ഓരോ ഉൽപ്പന്നത്തിൻ്റെയും ലാഭം ഇത്രയാണ്, നഷ്ടം ഇത്രയാണ് എന്ന് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ ഒരിക്കലും വിവരം നൽകുന്നില്ല, കാണാൻ കഴിയില്ല. അതൊരു ഇതിൻ്റെ ഒരു പോരായ്മയായിട്ടാണ് നമുക്ക് കാണുന്നത്. ഇറ്റ് ഫെയിൽ ടു എക്സസൈസ് കൺട്രോൾ ഓവർ റിസോഴ്സ്. മൂന്നാമത്തെ ലിമിറ്റേഷൻസ്, ഇറ്റ് ഫെയിൽസ് ടു എക്സസൈസ് കൺട്രോൾ ഓവർ റിസോഴ്സ്. വിഭവങ്ങളെക്കുറിച്ചുള്ള റിസോഴ്സിനെ കുറിച്ചുള്ള ഒരു വിവരം നൽകാൻ, കൺട്രോൾ ചെയ്യാൻ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന് പരാജയപ്പെട്ടു എന്നുള്ളത് മൂന്നാമത്തെ ലിമിറ്റേഷനാണ്. 4, ഇറ്റ് ഡസ് നോട്ട് മെഷർ ഓർഗനൈസേഷണൽ എഫിഷ്യൻസി. സംഘടനാപരമായ കാര്യക്ഷമത അളക്കാൻ, മെഷർ ചെയ്യാൻ ഫിനാൻഷ്യൽ അക്കൗണ്ടിനെ കൊണ്ട് കഴിയാതെ പോയി. ഇറ്റ് ഫെയിൽസ് ടു പ്രൊവൈഡ് സെല്ലിംഗ് പ്രൈസ്. അതം പറഞ്ഞു, സെല്ലിംഗ് പ്രൈസ് തരാൻ, ഒരു ഉൽപ്പന്നം ഇത്ര രൂപക്ക് വിൽക്കണം എന്ന സെല്ലിംഗ് പ്രൈസ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയാതെ പോകുന്നു. ഇറ്റ് ഡസ് നോട്ട് പ്രൊവൈഡ് ഡാറ്റ ഫോർ കമ്പാരിസൺ. ഒന്ന് താരതമ്യം ചെയ്യാനുള്ള വിവരങ്ങൾ എവിടെ ഉണ്ടാവില്ല? ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ ഉണ്ടാവുന്നതല്ല. ഫിനാൻഷ്യൽ അക്കൗണ്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിലൂടെ നമുക്ക് കമ്പാരിസൺ ചെയ്യാനുള്ള, മറ്റൊരു സ്ഥാപന ഉൽപ്പന്നവുമായിട്ട് കമ്പാരിസൺ ചെയ്യാനുള്ള വിവരങ്ങൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിൽ നിന്ന് ലഭിക്കുന്നതല്ല. ഇറ്റ് പ്രൊവൈഡ്, ലാസ്റ്റ് ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് പ്രൊവൈഡ് ഓൺലി ലിമിറ്റഡ് ഇൻഫർമേഷൻ ടു മാനേജ്മെൻറ്റ് ഫോർ ടേക്കിംഗ് ഡിസിഷൻ. തീരുമാനങ്ങൾ എടുക്കാൻ വളരെ കുറഞ്ഞ വിവരങ്ങൾ മാത്രമേ ഈ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് നൽകുന്നുള്ളൂ. ഇങ്ങനെ ധാരാളം പോരായ്മകൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന് ഉണ്ടായി. അതുകൊണ്ടാണ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഉത്ഭവം അവിടെ നിന്നാണ് തുടങ്ങിയത്. ഇനി പറയാവുന്നത് എന്താണ് കോസ്റ്റിംഗ്? നമ്മൾ പറയുന്നത് കോസ്റ്റ് അക്കൗണ്ടാണ്. അപ്പോൾ കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ചെലവ്, അല്ലേ? ചെലവ് എന്ന് പറയാം. ICMA ലണ്ടൻ ഈ കോസ്റ്റിങ്ങിന് ഒരു ഡെഫിനിഷൻ നൽകുന്നുണ്ട്. ദ ടെക്നിക് ആൻഡ് പ്രോസസ് ഓഫ് അസർട്ടൈനിങ് കോസ്റ്റ്. ദ ടെക്നിക് ആൻഡ് പ്രോസസ് ഓഫ് അസർട്ടൈനിങ് ദ കോസ്റ്റ്. കോസ്റ്റ് നിർണ്ണയിക്കുവാനുള്ള, തിട്ടപ്പെടുത്തുവാനുള്ള പ്രോസസ്സ്, അതുപോലെ ടെക്നിക്. ഈ രണ്ട് കാര്യങ്ങൾ, ടെക്നിക്കുമാണ് ഒരു പ്രോസസ്സുമാണ്, ഒരു തന്ത്രമാണ്, ടെക്നിക്കാണ്. അവിടെ പറഞ്ഞ ഒരു പ്രോസസ്സ്, ഒരു പ്രക്രിയയാണ് എന്തിന്? ടു അസർട്ടൈനിങ് കോസ്റ്റ്. കോസ്റ്റ് നിർണ്ണയിക്കാനുള്ള ടെക്നിക്ക്, അതുപോലെ പ്രോസസ്സാണ് ഈ കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ. ടെക്നിക് എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പിൾസ് ആൻഡ് റൂൾസ് ഓഫ് കോസ്റ്റ്. പ്രിൻസിപ്പിൾസ് ആൻഡ് റൂൾസ് ഫോർ അസർട്ടൈനിങ് കോസ്റ്റ്. കോസ്റ്റ് നിർണ്ണയിക്കാനുള്ള പ്രിൻസിപ്പിൾസ്, തത്വങ്ങളും അതുപോലെ റൂൾസ്, നിയമങ്ങളൊക്കെയാണ് എന്ത് ഈ ടെക്നിക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രോസസ് എന്ന് പറഞ്ഞാലോ പ്രൊസീജിയർ ഓഫ് അസർട്ടൈനിങ് കോസ്റ്റ്. കോസ്റ്റ് നിർണ്ണയിക്കാനുള്ള പ്രൊസീജിയറാണ് പ്രോസസ് എന്ന് പറഞ്ഞാൽ. ഈ രണ്ടും അടങ്ങിയതിനെയാണ് കോസ്റ്റിംഗ് എന്ന് പറയാം. ചുരുക്കി പറഞ്ഞാൽ, ഇൻ ഷോർട്ട് വി ക്യാൻ സേ ദാറ്റ് കോസ്റ്റിംഗ് ഈസ് ദി പ്രോസസ്, ദ പ്രൊസീജിയർ ടു മെഷർ കോസ്റ്റ്. കോസ്റ്റ് അളക്കാനുള്ള ഒരു നടപടിയാണ്, പ്രൊസീജിയറാണ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ. അതിൽ മറ്റൊരു വാക്കാണ് ടേംസ് പഠിക്കാനുള്ള, കോസ്റ്റ് അക്കൗണ്ടിങ് ആണ്. ഈ കോസ്റ്റുകളെ റെക്കോർഡ് ചെയ്യപ്പെടുന്നതാണെന്ത് കോസ്റ്റിംഗ് എന്ന്, കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ. കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ അതൊരു ആർട്ട് ആൻഡ് സയൻസ് ഓഫ് റെക്കോർഡിങ്, അനലൈസിങ് ആൻഡ് എസ്റ്റിമേറ്റിംഗ് കോസ്റ്റ്. ആർട്ടുമാണ്, ഒരു സയൻസുമാണ്. എന്തിൻ്റെ? റെക്കോർഡിങ്, അനലൈസിങ് ആൻഡ് എസ്റ്റിമേറ്റിംഗ് കോസ്റ്റ്. കോസ്റ്റ് എസ്റ്റിമേറ്റ് ചെയ്യുക, കണക്കാക്കുക, അതോടൊപ്പം തന്നെ വിശകലനം ചെയ്യുക, റെക്കോർഡ് ചെയ്യുക. ഇതിനുള്ള ഒരു ആർട്ട്, സയൻസ് അടങ്ങിയതാണ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ.
ഇനി പ്രധാനമായിട്ട് ഈ കോസ്റ്റ് അക്കൗണ്ടിങ് ഒരുപാട് സ്കോപ്പ് ഉണ്ട്, നല്ല ഫങ്ഷൻസ് അതിൻ്റെ സ്കോപ്പുകൾ എന്തെല്ലാമെന്ന് പരിശോധിക്കാം. സ്കോപ്പ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ സ്കോപ്പ് ഒന്ന് കോസ്റ്റ് റെക്കോർഡിംഗ് ആണ്. കോസ്റ്റ് രേഖപ്പെടുത്തുക, ചെലവുകൾ രേഖപ്പെടുത്തി വെക്കുക എന്നുള്ളതാണ്. കോസ്റ്റ് റെക്കോർഡിംഗ് ആണ് ഒന്നാമത്തെ സ്കോപ്പ്, ഒന്നാമത്തെ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ. ഫങ്ഷൻ ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ ഒന്നാമതായിട്ട് കോസ്റ്റ് റെക്കോർഡിംഗ് ആണെന്ന് പറയാം. ഇറ്റ് റെഫേഴ്സ് റെക്കോർഡിംഗ് ഓഫ് കോസ്റ്റ് ട്രാൻസാക്ഷൻ ഇൻ അക്കൗണ്ട്സ് ഇൻ ഡിഫറെൻ്റ് ഓർ വേരിയസ് ബുക്സ്. വ്യത്യസ്തങ്ങളായ അക്കൗണ്ട് ബുക്കുകളിൽ ഈ കോസ്റ്റുകൾ രേഖപ്പെടുത്തുന്ന പ്രക്രിയയാണ് കോസ്റ്റ് റെക്കോർഡിംഗ് എന്ന് പറഞ്ഞാൽ. വിവിധ ബുക്സുകൾ ഉണ്ടാവും, അക്കൗണ്ട് ബുക്കുകൾ ഉണ്ടാവും, അതിൽ കോസ്റ്റുകളെ കോസ്റ്റ് ട്രാൻസാക്ഷനുകളൊക്കെ എന്ത് ചെയ്യുക, രേഖപ്പെടുത്തുന്നതിനാണ് കോസ്റ്റ് റെക്കോർഡിംഗ് എന്ന് പറയുക. സെക്കൻഡ് വൺ കോസ്റ്റ് അലോക്കേഷൻ ആണ്. കോസ്റ്റ് അലോക്കേഷൻ മീൻസ് distribution of cost or allocation of cost to various departments. ഒരു കമ്പനിയിൽ മാനുഫാക്ചറിൽ വിവിധ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടാകും. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ്, സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ്, ഇങ്ങനെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട് കാണുമ്പോൾ ആ വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കോസ്റ്റുകളെ വിതരണം ചെയ്യുക അല്ലെങ്കിൽ അലോക്കേറ്റ് ചെയ്യുന്നതിനെയാണ് രണ്ടാമതായിട്ട് കോസ്റ്റ് അലോക്കേഷൻ എന്ന് പറയാം. നെക്സ്റ്റ് തേർഡ് സ്കോപ്പ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ്. മൂന്നാമത്തെ സ്കോപ്പ് അല്ലെങ്കിൽ മൂന്നാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് കോസ്റ്റ് അസർടൈൻമെന്റ് ആണ്. കോസ്റ്റ് അസർടൈൻമെന്റ് മീൻസ് അസർടൈൻമെന്റ് ഓഫ് കോസ്റ്റ് ഓഫ് പ്രോഡക്ട്സ്. ഇറ്റ് ഈസ് ദ മേജർ ഫംഗ്ഷൻ ഓഫ് ദ കോസ്റ്റ് അക്കൗണ്ടിങ്. ഓരോ പ്രൊഡക്റ്റിൻ്റെയും കോസ്റ്റ് നിർണ്ണയിക്കുക എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ചെയ്യുന്നത്. അത് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഏറ്റവും മേജർ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ഫംഗ്ഷൻ ആണെന്ന് പറയാം. 4 കോസ്റ്റ് അനാലിസിസ് എന്ന് പറയാം. കോസ്റ്റ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഡീറ്റെയിൽഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫ് കോസ്റ്റ്, ദ ആക്ച്വൽ കോസസ് ഓഫ് ആക്ച്വൽ കോസ്റ്റ്. യഥാർത്ഥ കോസ്റ്റിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യലാണ് ഈ സ്റ്റെപ്പിൽ ചെയ്യുന്നത്. അതിനുശേഷം അഞ്ചാമതായിട്ട് കോസ്റ്റ് കമ്പാരിസൺ ആണ്. ദ കമ്പാരിസൺ ഓഫ് കോസ്റ്റ് ഓഫ് ഡിഫറെന്റ് പ്രൊഡക്റ്റ് ഓർ ഡിഫറെന്റ് ആക്ടിവിറ്റീസ്. വ്യത്യസ്ത പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ വ്യത്യസ്ത പ്രൊഡക്റ്റുകൾ, അവയുടെ കോസ്റ്റുകൾ തമ്മിൽ താരതമ്യം ചെയ്യലാണ് ഈ സ്റ്റേജിൽ നടക്കുന്നത്, കോസ്റ്റ് കമ്പാരിസൺ. ആറാമതായിട്ട് കോസ്റ്റ് കൺട്രോൾ. ആറാമത്തെ സ്കോപ്പ് അല്ലെങ്കിൽ അതിന്റെ ഫംഗ്ഷൻ എന്നുള്ളത് കോസ്റ്റ് കൺട്രോൾ ആണ്. ഇറ്റ് ഈസ് ദ റെഗുലേഷൻ ഓഫ് കോസ്റ്റ് ഓഫ് പ്രൊഡക്റ്റ് ഓർ ഓപ്പറേഷൻ. ഒരു ഉൽപ്പന്നത്തിന്റെ അല്ലെങ്കിൽ പ്രവർത്തനത്തിന്റെ ഒരു ഓപ്പറേഷന്റെ കോസ്റ്റ് റെഗുലേറ്റ് ചെയ്യുക, നിയന്ത്രിക്കുക എന്നുള്ളതാണ് കോസ്റ്റ് കൺട്രോളിലൂടെ ചെയ്യപ്പെടുന്നത്. ദെൻ കോസ്റ്റ് ഓഡിറ്റ്. ദ കോസ്റ്റ് ഓഫ് ദ പ്രൊഡക്റ്റ് മസ്റ്റ് ബി ഓഡിറ്റ്. കോസ്റ്റ് ഓഫ് അക്കൗണ്ട് വെരിഫിക്കേഷൻ ചെയ്യപ്പെടുന്നു. വെരിഫിക്കേഷൻ ഓഫ് ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്റ്റ്. പ്രൊഡക്റ്റിന്റെ കോസ്റ്റുകളെ വെരിഫിക്കേഷൻ ചെയ്യലാണ്, പരിശോധന നടത്തലാണ് ഈ സ്റ്റേജിൽ ചെയ്യപ്പെടുന്നത്. ദെൻ ലാസ്റ്റ് എട്ടാമതായിട്ട് കോസ്റ്റ് റിപ്പോർട്ടിംഗ് ആണ്. ദ റിപ്പോർട്ടിംഗ് ഓഫ് ദ കോസ്റ്റ് അക്കൗണ്ട്സ് ടു ദ മാനേജ്മെന്റ് ബിഫോർ ദ മാനേജ്മെന്റ് മുമ്പിൽ ഈ കോസ്റ്റ് എന്ത് ചെയ്യുന്നു, റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ഇറ്റ് ഈസ് ദ പ്രസന്റേഷൻ ഓഫ് കോസ്റ്റ് ബിഫോർ ദ മാനേജ്മെന്റ്. കോസ്റ്റ് ഇൻഫർമേഷൻ ചെയ്യും, മാനേജ്മെന്റ് മുമ്പിൽ റിപ്പോർട്ട് ചെയ്യുന്നു. ഇങ്ങനെ 8 സ്കോപ്പുകളാണ് അല്ലെങ്കിൽ ഫംഗ്ഷൻ ആണ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിന് ഉള്ളത് എന്ന് പറയാം. ദെൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ കോസ്റ്റ് അക്കൗണ്ടിങ്. ഈ ഒരു മാനേജ്മെന്റ് കോസ്റ്റ് അക്കൗണ്ടിങ് തയ്യാറാക്കുന്നതിലൂടെ അതിന്റെ ലക്ഷ്യങ്ങൾ എന്തെല്ലാമാണ് എന്നാണ് വിവരിക്കപ്പെടുന്നത്. ഒന്ന്,
ടു അസർട്ടൈൻ കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് ഈച്ച് പ്രൊഡക്റ്റ്. ഓരോ ഉൽപ്പന്നങ്ങളുടെയും കോസ്റ്റ് പെർ യൂണിറ്റ്, ഒരു യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കാൻ വരുന്ന ചെലവ് എത്രയാണ് എന്ന് കണ്ടെത്തലാണ്. അതിനു വേണ്ടിയിട്ടാണ് കോസ്റ്റ് അക്കൗണ്ടിങ് തയ്യാറാക്കുന്നത്. 2, ടു കൺട്രോൾ കോസ്റ്റ് കൺട്രോൾ ചെയ്യുക എന്നുള്ളത് മറ്റൊരു ലക്ഷ്യമാണ്. 3, ടു ഡിറ്റർമൈൻ സെല്ലിംഗ് പ്രൈസ്. ഒരു ഉൽപ്പന്നം എത്ര രൂപക്ക് വിൽക്കണം എന്ന്, അതിന്റെ സെല്ലിംഗ് പ്രൈസ് എത്രയാണ് എന്ന് തീരുമാനിക്കാൻ വേണ്ടി കോസ്റ്റ് അക്കൗണ്ടിങ് തയ്യാറാക്കപ്പെടുന്നു. 4, ടു അസർട്ടൈൻ പ്രോഫിറ്റ് ഓഫ് ഈച്ച് പ്രൊഡക്റ്റ് ഫോർ ഈച്ച് ആക്ടിവിറ്റി. ഓരോ ആക്ടിവിറ്റിയുടെയും ലാഭം എങ്ങനെ ഉണ്ട് എന്ന് തീരുമാനിക്കാൻ കോസ്റ്റ് അക്കൗണ്ടിങ് ഉപകരിക്കുന്നുണ്ട്. നെക്സ്റ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ടു പ്രിപ്പയർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കാൻ, ഈ കോസ്റ്റ് അക്കൗണ്ടിങ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കാൻ ഇത് സഹായിക്കുന്നതിന്റെ ലക്ഷ്യമാണെന്ന് പറയാം. വേറൊന്ന് ടു അസിസ്റ്റ് ഓർ ടു ഹെൽപ്പ് മാനേജ്മെന്റ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. തീരുമാനങ്ങൾ എടുക്കാൻ മാനേജ്മെന്റിനെ സഹായിക്കുന്നു. ഇത് കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. ദെൻ ടു മെഷർ എഫിഷ്യൻസി. കാര്യക്ഷമത അളക്കുക എന്നുള്ളത് ബിസിനസിന്റെ അല്ലെങ്കിൽ ആക്ടിവിറ്റിയുടെ കാര്യക്ഷമത അല്ലെങ്കിൽ തൊഴിലാളിയുടെ കാര്യക്ഷമത അളക്കാൻ വേണ്ടിയിട്ട് ഈ കോസ്റ്റ് അക്കൗണ്ടിങ് സഹായിക്കുന്നു. ദ ലാസ്റ്റ് വൺ ടു കൺട്രോൾ ആൻഡ് റെഡ്യൂസ് വേസ്റ്റേജ്. ഇപ്പൊ കോസ്റ്റ് അക്കൗണ്ടിങ് ഉണ്ടായിക്കഴിഞ്ഞാൽ വേസ്റ്റേജ് ചുരുക്കാനും അത് കൺട്രോൾ ചെയ്യുവാനും കഴിയും എന്നുള്ളത് പ്രത്യേകതയാണ്. ഇങ്ങനെ ഒരു 8 പ്രത്യേകതകളാണ് പ്രധാനമായിട്ട് കോസ്റ്റ് അക്കൗണ്ടിങ്ങിന് ഉള്ളതെന്ന് പറയാം. അപ്പൊ നമ്മൾ പറഞ്ഞ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന് പോരായ്മകൾ ഉണ്ടായത് കൊണ്ട് കോസ്റ്റ് അക്കൗണ്ടിങ് തയ്യാറാക്കി. അപ്പൊ ഈ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും കോസ്റ്റ് അക്കൗണ്ടിങ്ങും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആൻഡ് കോസ്റ്റ് അക്കൗണ്ടിങ്സ് ആർ, ഫസ്റ്റ് വൺ 2 കോളായി കൊടുത്തിട്ടുണ്ട്, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, കോസ്റ്റ് അക്കൗണ്ടിങ്. ഒന്നാമത്തെ പോയിന്റ്, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആർ അക്കൗണ്ട് ഓഫ് ഹോൾ ബിസിനസ്. മൊത്തം ബിസിനസിന്റെ, മുഴുവൻ ബിസിനസിന്റെയും അക്കൗണ്ടാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാല്. എന്നാൽ കോസ്റ്റ് അക്കൗണ്ടിങ്ങോ, കോസ്റ്റ് അക്കൗണ്ട്സ് ആർ ഓൺലി എ പാർട്ട് ഓഫ് ഹോൾ അക്കൗണ്ട്സ്. മുഴുവൻ അക്കൗണ്ടിന്റെയും ഒരു ഭാഗം മാത്രമാണ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് മൊത്തം ബിസിനസിന്റെ അക്കൗണ്ടിങ് ആണെങ്കിൽ മൊത്തം അക്കൗണ്ടുകളുടെ ഒരു ഭാഗം മാത്രമാണ് കോസ്റ്റ് അക്കൗണ്ടിങ്. സെക്കൻഡ് വൺ, ഇറ്റ് ഡിസ്ക്ലോസ് നെറ്റ് റിസൾട്ട്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് തയ്യാറായി കഴിഞ്ഞാൽ നെറ്റ് റിസൾട്ട് ആണ്, അവസാനത്തെ നെറ്റ് റിസൾട്ട് ആണ് ലഭിക്കുക. എന്നാൽ കോസ്റ്റ് അക്കൗണ്ടിങ് കാര്യത്തിൽ ഇറ്റ് ഡിസ്ക്ലോസ് നെറ്റ് പ്രോഫിറ്റ് ഓർ നെറ്റ് ലോസ് ഓഫ് ഈച്ച് ഡിപ്പാർട്ട്മെന്റ് ഓർ പ്രൊഡക്റ്റ്. ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും അല്ലെങ്കിൽ ഓരോ പ്രൊഡക്റ്റിന്റെയും ലാഭം എത്ര, നഷ്ടം എത്ര, ഒന്നിച്ചല്ല, ഓരോ ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് അതിന്റെ ലാഭം എത്രയാണ്, നഷ്ടം എത്രയാണെന്ന് കണ്ടെത്താൻ സഹായിക്കുന്നുണ്ട്. അതിൽ മറ്റൊരു ഡിഫറൻസ് ആണ്. 3, ഡീൽസ് വിത്ത് ഓൾ കൊമേഴ്ഷ്യൽ ട്രാൻസാക്ഷൻ. എല്ലാ വാണിജ്യപരമായ കൊമേഴ്ഷ്യൽ ട്രാൻസാക്ഷനുമാണ് ഈ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ അടങ്ങിയിട്ടുള്ളത്. എങ്കിൽ കോസ്റ്റ് അക്കൗണ്ട് ഡീൽസ് വിത്ത് ട്രാൻസാക്ഷൻ റിലേറ്റിംഗ് ടു മാനുഫാക്ചറിംഗ് ആൻഡ് സെയിൽ ഓഫ് പ്രൊഡക്റ്റ്. മാനുഫാക്ചറിംഗ് ആൻഡ് സെയിൽ ഓഫ് പ്രൊഡക്റ്റ്, ഉൽപാദനം, വിൽപ്പന, അത് രണ്ടും ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻ ആണ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ ഉള്ളത്. 4, ഇറ്റ് റെക്കോർഡ് ഓൺലി ആക്ച്വൽ കോസ്റ്റ്. യഥാർത്ഥ കോസ്റ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥ കോസ്റ്റ് എത്രയാണോ അതാണ് രേഖപ്പെടുത്തുക. എന്നാൽ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ റെക്കോർഡ് ബോത്ത് ആക്ച്വൽ കോസ്റ്റ് ആൻഡ് എസ്റ്റിമേറ്റഡ് കോസ്റ്റ്. ഏകദേശം നമ്മൾ കണക്കാക്കുന്ന എസ്റ്റിമേറ്റഡ് കോസ്റ്റും വരും, ആക്ച്വൽ കോസ്റ്റ് എത്രയാണ്, അത് രണ്ടും കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ രേഖപ്പെടുത്തുന്നുണ്ട്. 5, ഇറ്റ് ഡീൽസ് വിത്ത് എക്സ്റ്റേണൽ ട്രാൻസാക്ഷൻ. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ പ്രധാനമായിട്ട് എക്സ്റ്റേണൽ ട്രാൻസാക്ഷൻ മാത്രമാണ് അടങ്ങിയിട്ടുള്ളത്. എന്നാൽ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ ഡീൽസ് വിത്ത് ഇന്റേണൽ ട്രാൻസാക്ഷൻ, അതിലെ ബിസിനസിനകത്തുള്ള ഇന്റേണൽ ട്രാൻസാക്ഷൻ ആണ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ രേഖപ്പെടുത്തുന്നത്. 6,
ടു അസർട്ടൈൻ കറക്റ്റ് പ്രോഫിറ്റ് ഓർ ലോസ്. ശരിയായ യഥാർത്ഥ കറക്റ്റ് പ്രോഫിറ്റ് ഓർ ലോസ് നിർണ്ണയിക്കാൻ വേണ്ടിയിട്ടാണ് ഫിനാൻഷ്യൽ അക്കൗണ്ട് തയ്യാറാക്കുന്നത്. എന്നാൽ കോസ്റ്റ് അക്കൗണ്ടിങ് ടു അസർട്ടൈൻ ട്രൂ കോസ്റ്റ്, യഥാർത്ഥ ചെലവ് എത്ര വരും, ലാഭം നഷ്ടമല്ല, കോസ്റ്റ് എത്ര വരും എന്ന് കണക്കാക്കാൻ വേണ്ടി തയ്യാറാക്കുന്നു. ദ ലാസ്റ്റ് വൺ, സ്റ്റോക്ക് കണക്കാക്കുന്ന കാര്യത്തിൽ സ്റ്റോക്ക് ഈസ് വാല്യൂഡ് അറ്റ് കോസ്റ്റ് പ്രൈസ് ഓർ മാർക്കറ്റ് പ്രൈസ് വിച്ച് എവർ ഈസ് ലെസ്. മാർക്കറ്റ് പ്രൈസ് ആണോ അതല്ല കോസ്റ്റ് പ്രൈസ് ആണോ, ഏതാണ് കുറവ് അത് നോക്കിയിട്ടാണ് ക്ലോസിംഗ് സ്റ്റോക്ക് വാല്യൂ ചെയ്യപ്പെടുന്നത്. എന്നാൽ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ കോസ്റ്റിന്റെ വാല്യൂ കണക്കാക്കുന്നത് കോസ്റ്റ് പ്രൈസിൽ മാത്രമാണ്. അവിടെ മാർക്കറ്റ് പ്രൈസ് നോക്കുന്നില്ല. ഇതിൽ മാർക്കറ്റ് പ്രൈസ് ആണോ അതല്ല കോസ്റ്റ് പ്രൈസ് ആണോ, ഏതാണ് കുറവ് അത് നോക്കിയിട്ട് ചെയ്യുമ്പോൾ ഇവിടെ കോസ്റ്റ് പ്രൈസിലാണ് ചെയ്യുന്നത്. ഇതാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും കോസ്റ്റ് അക്കൗണ്ടിങ്ങും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ. ഓക്കെ.